സാഹിത്യയാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കഥ പറച്ചിലുകാരനെ യാദൃച്ഛികമായി അവിടെ വെച്ച് കണ്ടുമുട്ടി. അതായിരുന്നു ട്വിസ്റ്റ്. അദ്ദേഹം ഗുദാമിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളാണ്. ഇത് പഴയ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യർ പ്രവർത്തിപ്പിക്കുന്ന പങ്കയാണ്, അതായത് ഫാൻ. അദ്ദേഹം വിശദമായി എല്ലാം പറഞ്ഞു തന്നു. അതൊരു വീടിൻ്റെ കോണിയായിരുന്നു. പണ്ട് കാലത്ത് പത്രം അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന അച്ചുകൂടത്തിൻ്റെ അച്ചുകളാണ് കോണിയുടെ അരികത്ത് വച്ചിരിക്കുന്നത്. Nearly 1.8 lakhs worth piano ആണ്. ഇത് ജർമ്മനിയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത പിയാനോ ആണ്. കാലുകൾ കൂടി ഉപയോഗിച്ചാണ് ഈ പിയാനോ വായിക്കുന്നത്. ജോയ് മാത്യു എന്നറിയില്ലേ? ജോയ് മാത്യുവിന്റെ ബ്രദർ ഉണ്ട്, ജോസ് മാത്യു. അങ്ങേരെ ഒരു സ്കൾപ്റ്ററാണ്. അപ്പൊ അങ്ങേരെ സാധനങ്ങളാണ്. ഇത് പരമ്പരാഗതമായ ഹിന്ദു മുസ്ലിം അരപ്പട്ടകളാണ്. വലിയ അക്ഷരങ്ങളുടെ അച്ചാണ് കണ്ണാടിയുടെ അരികിൽ വച്ചിരിക്കുന്നത്. മുമ്പ് കണ്ടത് ചെറുതായിരുന്നു. ഒരു ചെറിയ കാലത്ത് മുതൽ ഇന്നത്തെ കാലം വരെയുള്ള ക്യാമറാസിന്റെ വ്യത്യാസം. ഡിഫറെന്റ് അലാം ക്ലോക്സ്, കുക്കു ക്ലോക്ക് ഉണ്ട്. താഴെ ഇരിക്കുന്ന വലിയ പെട്ടി അത് പഴയ കാലത്തെ ഒരു റേഡിയോ ആണ്. നടത്തിപ്പുകാരിൽ ഒരാൾ കൂടി അവിടെ എത്തി. ഇത് ജൂക്ക് ബോക്സ് ആണ്. നമ്മളിവിടെ വളരെ കുറവേ കാണാനുള്ളൂ. കുറവ് തന്നെ കാണാനേ പറ്റില്ല. ഇത് കുറച്ച് രാജ്യത്തിന് US-ലെല്ലാം നമുക്ക് ഒരു സമയത്ത് 100 പാട്ടുകളെല്ലാം കേൾക്കാം. കോയിൻ ഇടണം. $1 $2 ഇട്ട് കഴിഞ്ഞാൽ നമ്പേഴ്സ് സെലക്ട് ചെയ്ത പാട്ടുകൾ എവിടെയുണ്ട്. ഇതൊരു യൂഷ്വലി കാസിനോസിലും വലിയ വലിയ സ്ഥലത്തുകൾ മാത്രമേ കാണാൻ പറ്റൂ. മഴയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന മുള കൊണ്ടുള്ള ആദിവാസി ഉപകരണം. ഒരു ഡാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ മായൻസ് ഇൻകാസിന്റെ ഒരു പരിപാടിയാണ്. വീഡിയോ ഫോൺ എന്നാണ് പറയാ. ഇത് പണ്ടത്തെ പ്രൊജക്ടർ സിസ്റ്റം ആണ്. ഇത് കാണണമെങ്കിൽ ഇതിനകത്താണ് കാണണം. അപ്പോൾ നമുക്ക് കാണേണ്ട സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇട്ടു. RGB ലൈറ്റ്സ് ആണ്. ലൈറ്റ്സ് ഈ മിററിനെ പ്രൊജക്ട് ചെയ്യും. ആ മിറർ ഇതിന്റെ മേലെ ഒരു ക്ലോത്ത് വെക്കും. എന്നിട്ട് നമ്മൾ സിനിമ കാണും. പക്ഷെ ഇത് പിന്നെ ഓപ്ഷനേറ്റ് ആയിപ്പോയി. കാരണം പിന്നെ TV വന്നു. ഇത് ഇത്ര വലിയൊരു സാധനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ് ആണ്. ജാംബെ എന്ന് പറയുന്നത്. കാലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അടിക്കും. ഇതിനെ ഇവർ ആൻറ്റീക്ക് ഹൗസ് എന്നാണ് വിളിക്കുന്നത്. കിണ്ടി, മൊന്ത, പഴയ പാത്രങ്ങൾ, പെട്രോൾ മാക്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഒരു സാധനം ഞങ്ങൾ വിൽക്കാത്തൊരു സാധനം ഇല്ലാത്ത ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ്. iMac കമ്പ്യൂട്ടറാണ്. ഫസ്റ്റ് iMac കമ്പ്യൂട്ടറാണ്. അത് ഞങ്ങൾ സെല് ചെയ്യില്ല. അത് പ്രൈസ്ലെസ് കമ്മോഡിറ്റി. ജോയിൻ്റ് ഇല്ലാതെ ഒറ്റത്തടിയിൽ കുഴിച്ചെടുത്ത ഒരു മാമോദീസ തൊട്ടിലാണിത്. ഇപ്പോൾ അവർ ഗപ്പിയെ വളർത്തുന്നു. ഇതൊരു മുഴുവൻ തേങ്ങ ചിരട്ടയോടുകൂടി പോളിഷ് ചെയ്തെടുത്തതാണ്. ജയിലിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സെർച്ച് ലൈറ്റ്. രാജാരവിവർമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രാജാരവിവർമ്മ ഒറിജിനൽ വരക്കും അതിന്റെ ഫൈനോഗ്രാഫ് അതിന്റെ റെപ്ലിക്ക അങ്ങനെ എന്നിട്ട് അതാണ് അങ്ങനെ സെല്ല് ചെയ്യുന്നത്. അത് ഒരു പെയിന്റിങ്ങിന് തന്നെ 5 6 കോപ്പി അങ്ങനെ കോപ്പി അടിച്ച് ചില 5 എണ്ണം ടോട്ടൽ 6 എണ്ണം ഉണ്ടായിരുന്നു. അയാളപ്പോൾ അങ്ങനെ വരയ്ക്കുക. കാരണം ഒറിജിനൽ ആയിട്ട് കൃഷ്ണപുരം പാലസ് തന്നെ വെച്ച് ബാക്കി സെല്ല് ചെയ്യാൻ. ഇതൊരു പ്രത്യേക തരത്തിലുള്ള പെയിൻറ്റിംഗ് ആണ്. ടൈൽസ് പോലെയാണ് ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. അലക്സാണ്ടറുടെ ചിത്രമാണ്. ഇത് ശരിക്കും 5 6 മിനിറ്റിൽ തീർക്കാവുന്ന ഒരു വീഡിയോ അല്ല. ഇത് ഓരോരുത്തരും പോയി കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. പിന്നെ ഇതൊരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടെന്നും കോഴിക്കോട് എന്തെങ്കിലും പോകുമ്പോൾ ഇതൊന്ന് പോയി കാണണമെന്നും നിങ്ങളും മനസ്സിൽ വിചാരിക്കില്ലേ? അതിനു വേണ്ടി വെഡ്ഡിങ് ഫോട്ടോസ്, മോഡലിങ്, ഗസൽസ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ, സിനിമ വേണമെങ്കിലും പിടിക്കാം, ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പോഴേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ നല്ല കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുക.